പകർച്ചവ്യാധിയിൽ പകച്ച കേരളം. സംസ്ഥാനത്ത് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന പകർച്ചവ്യാധികളുടെ കണക്ക് ഉയരുകയാണ്. കഴിഞ്ഞ മാസം മാത്രം 3 ലക്ഷത്തിലധികം പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. കൂടാതെ ഡെങ്കിപ്പനി, എലിപ്പനി, ഇൻഫ്ലുവൻസ രോഗവ്യാപനത്തിലും ആരോഗ്യവകുപ്പ് നിഷ്ക്രിയമാണ്. ഡ്രൈഡേ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു എന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും രോഗവ്യാപനത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു തുടങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ച മുൻപാണ് ഡ്രൈഡേ പോലും സർക്കാർ ആരംഭിച്ചത്. ഇതിനു പിന്നാലെ രോഗവ്യാപനം തടയാനായി നിയോഗിച്ച ഹൈപ്പവർ കമ്മിറ്റി ആദ്യഘട്ട റിപ്പോർട്ടും ആരോഗ്യമന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചിരുന്നു. അടിയന്തര ഘട്ടമായതിനാൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഹൈപ്പവർ കമ്മിറ്റി പരിഹാരമാർഗങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ റിപ്പോർട്ടെത്തി 2 ആഴ്ച കഴിഞ്ഞിട്ടും പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പ്രതിദിനം 10,000 മുതൽ 15,000 പേരാണ് പനിക്കായി സംസ്ഥാനത്ത് ചികിത്സ തേടുന്നത്. ഇതിനു പുറമെ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങളും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇന്നലെ മാത്രം 97 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിൽ 23 കേസും ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്താണ്. 13 പേർക്ക് എലിപ്പനിയും 24 പേർക്ക് മഞ്ഞപ്പിത്തവും 88 പേർക്ക് ഇൻഫ്ലുവൻസയും ഇന്നലെ സ്ഥിരീകരിച്ചു. ഷിഗല്ല രോഗവ്യാപനം ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. ഇന്നലെ 6 പേർക്കാണ് സംസ്ഥാനത്ത് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതിനു പുറമെ പനിക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ടായി. 12,276 പേരാണ് ഇന്നലെ പനി ബാധിച്ച് ചികിത്സ തേടിയത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെയും പ്രതിരോധ പ്രവർത്തനങ്ങളിലെയും ആരോഗ്യ വകുപ്പിന്റെ നിഷ്ക്രിയത്വമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. മഴ കാരണമാണ് രോഗം വ്യാപിക്കുന്നത് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി കാലവർഷം കടക്കുമ്പോൾ ആരോഗ്യമേഖലയെ കൈയൊഴിയുമോ എന്ന വിമർശനം ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.